children, welcome to Kids Area Online. മലയാളം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ, ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ? അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ട്യൂഷൻ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LKG UKG ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മലയാളം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വായിക്കാം, എഴുതാം. ശിഖയുടെ ഡയറി. ശിഖയുടെ ഡയറിയാണ്. ഡേറ്റും ഒക്കെ തന്നിട്ടുണ്ട്, ദിവസവും തന്നിട്ടുണ്ട്. ഡയറി എന്താണെന്ന് നോക്കാം. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ജാലകത്തിലൂടെ മഴ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. നേർത്ത നൂലുകൾ പോലെ മഴ താഴേക്ക് വീഴുന്നു. ചെടികൾ മഴത്തുള്ളികളെ തലയാട്ടി വിളിച്ചു. മണ്ണിനെ ഏറെ ഇഷ്ടമായതുകൊണ്ടാവാം പൂവിതളുകളിൽ ചിലർ മഴത്തുള്ളികൾക്കൊപ്പം താഴേക്ക് വന്നു. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന കിളികൾ ചിറകുകൾ ചേർത്ത് പിടിച്ച് കാഴ്ചക്കാരായി. കുളത്തിലെത്തിയ തുള്ളികൾ കുമിളകളായി, പിന്നെ അലകളായി. തങ്ങളുടെ വരവ് കുളത്തിലാകെ അറിയിച്ചു. ഇടയ്ക്കിടെ തെല്ലു ശമിച്ചും കാറ്റിനൊപ്പം ശക്തിയോടെ തിരിച്ചു വന്നും മഴയുടെ ഒളിച്ചുകളി തുടർന്നു. ഇന്ന് പതിവുള്ള സായാഹ്ന സവാരി പോലും നടന്നില്ല. എന്നാലും പരിഭവമില്ല. മഴ എനിക്ക് ഏറെ ഇഷ്ടം. മഴയില്ലാത്ത അവസ്ഥ ചിന്തിക്കാനേ വയ്യ. അപ്പോൾ ഇതൊരു ഡയറിയാണ്, ശിഖ എഴുതിയ ഡയറിയാണ്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ശിഖയുടെ ഡയറിയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന് ശരിയായ ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ശിഖയെ വിളിച്ചുണർത്തിയത് ആരാണ്? അമ്മ, കിളി, കാറ്റ്, മഴ. ഉത്തരം എന്തായിരുന്നു? മഴയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, മഴയാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏതാണ്? പരിഹാസമാണോ, ദയയാണോ, സന്തോഷമാണോ, സങ്കടമാണോ? ഏതാണ്? സന്തോഷമാണ് ശരിയായ ഉത്തരം. എഴുതേണ്ടത് സന്തോഷം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, വൈകുന്നേരം എന്ന പദത്തിനു പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ്? വൈകുന്നേരത്തിന് പകരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് സായാഹ്നം. സായാഹ്നം ആണ് ശരിയായ ഉത്തരം. സായാഹ്നം. എല്ലാവരും എഴുതിയല്ലോ. നാലാമത്തെ ചോദ്യം, മഴയുടെ ഒളിച്ചുകളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇടയ്ക്കിടയ്ക്കുള്ള മഴ, തുടർച്ചയായുള്ള മഴ, മഴയില്ലാത്ത അവസ്ഥ, ശക്തിയായ മഴ. ശരി ഉത്തരം ഇടയ്ക്കിടയ്ക്കുള്ള മഴ. ഇടയ്ക്കിടയ്ക്കുള്ള മഴയാണ് ഒളിച്ചുകളി എന്ന് പറയും. ഇടയ്ക്കിടയ്ക്കുള്ള മഴ. ഇപ്പൊ എല്ലാവരും ശരിയായി ഉത്തരം എഴുതിയോ? ശരിയാണോ എല്ലാവർക്കും? യെസ്, ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം, പൂവിതളുകൾ താഴേക്ക് വന്നത് മഴയോടുള്ള ഇഷ്ടം കൊണ്ട്, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട്, പൂവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട്. ശരിയായ ഉത്തരം എന്തായിരുന്നു? മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിയായ ഉത്തരം. എല്ലാവരും മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എഴുതിയേ? യെസ്, ഓക്കെ. ആക്ടിവിറ്റി 2ലേക്ക് പോകാം. ആക്ടിവിറ്റി 2 കത്തെഴുതാനുള്ളതാണ്. ഇത്തവണ ക്രിസ്മസിന് ശിഖയുടെ നാട്ടിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുൽക്കൂട് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്മസ് കരോൾ, ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിപാടികൾ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കൂട്ടുകാരിയായ ഫാത്തിമയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതൂ. അപ്പോൾ ശിഖ ഫാത്തിമയ്ക്ക് എഴുതുന്ന കത്താണ്. കത്തിൽ ഉൾപ്പെടേണ്ടത് സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ചേർത്ത് കത്തെഴുതുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 2. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, ചിത്രവായന. ശിഖയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഫാത്തിമ കണ്ട ഒരു കാഴ്ചയാണ് ചുവടെയുള്ളത്. നോക്കി, ഫാത്തിമ ശിഖയുടെ വീട്ടിലേക്ക് വരുന്ന വഴി കണ്ട കാഴ്ചയാണ്. വയലാണ്. ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്, അവയുടെ പേരുകൾ എഴുതൂ എന്ന് പറയാണ്. അപ്പൊ ഇത് വയലാണെന്ന് നമുക്കറിയാം. വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? കൊക്ക്, കലപ്പ, കർഷകൻ, ട്രാക്ടർ, തെങ്ങ്, മേഘം, കിളികൾ, മല. ഇങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ കണ്ടത് അത് എഴുതുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അതിൽ കണ്ടെത്തിയവയെ അക്ഷരമാല ക്രമത്തിൽ എഴുതൂ. അക്ഷരമാല ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം ആയിൽ തുടങ്ങുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് എഴുതണം.
അടുത്ത് ആയിൽ തുടങ്ങുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതണം. അപ്പൊ ആദ്യത്തെ വാക്ക് കായിൽ തുടങ്ങുന്നതാണെങ്കിൽ എന്നാൽ കലപ്പ. എന്നാൽ കലപ്പയ്ക്ക് മുമ്പിൽ കായ്ക്ക് മുമ്പുള്ള അക്ഷരങ്ങൾ ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ അക്ഷരമാല ക്രമത്തിൽ അ ഇ ഈ ഉ ഋ അങ്ങനെ അക്ഷരമാല ക്രമത്തിൽ എഴുതിയ വാക്കുകളെല്ലാം ക്രമീകരിക്കൂ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലെഴുതൂ. എല്ലാവരും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലെഴുതിയായിരുന്നോ? നമുക്ക് എന്തെഴുതാം? ഉഴവ് പിഴച്ചാൽ വിളവ് പിഴയ്ക്കും. ഉഴുന്നയാണല്ലോ. ഉഴവ് പിഴച്ചാൽ വിളവ് പിഴയ്ക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഈ കൃഷിയെക്കുറിച്ചൊരു പഴഞ്ചൊല്ല് എഴുതിയിട്ടുണ്ടാവും. ഉഴവ് പിഴച്ചാൽ വിളവ് പിഴയ്ക്കും. ഇത് ടീച്ചർ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം എന്നതാണ് പ്രവർത്തനം 4. പാട്ടരങ്ങിൽ അവതരിപ്പിക്കാനായി ശിഖയും ഫാത്തിമയും ചേർന്ന് പൂന്തോട്ടത്തെക്കുറിച്ച് തയ്യാറാക്കിയ പാട്ടിന്റെ ആദ്യ ഭാഗമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ. 4 വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ശിഖയും ഫാത്തിമയും പൂന്തോട്ടത്തെക്കുറിച്ച് തയ്യാറാക്കിയ 4 വരികളാണ്. പൂന്തോട്ടത്തെക്കുറിച്ച് ബാക്കി എന്ത് ചെയ്യുക? 4 വരികൾ 8 വരികൾ നിങ്ങൾ തയ്യാറാക്കുക. ചെമ്പട്ടി നിറമേന്തി വിടർന്നൊരു ചെമ്പരത്തി കളിത്തോഴി, പൂന്തേനുണ്ട് പറന്നു വരുന്നു ചന്തമെഴുന്നൊരു പൂമ്പാറ്റ. അങ്ങനെ ഈ ഒരു താളത്തിൽ പൂന്തോട്ടത്തെക്കുറിച്ച് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക എന്നുള്ളതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം കളി അനുഭവ വിവരണമാണ്. ശിഖയും ഫാത്തിമയും ചേർന്ന് ഏറെ നേരം സാറ്റ് കളിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ ഫാത്തിമ അമ്മയോട് കളിയുടെ വിവരങ്ങൾ രസകരമായി പങ്കുവച്ചു. നിങ്ങളും ഇങ്ങനെ ചെയ്യാറില്ലേ? നിങ്ങളുടെ ഒരു കളി അനുഭവം എഴുതൂ. നിങ്ങൾ കളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കളിയുടെ അനുഭവം എഴുതൂ എന്നാണ് പ്രവർത്തനം 5. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. 5ാമത്തത് പോസ്റ്റർ നിർമ്മാണമാണ്. പോസ്റ്റർ നിർമ്മിക്കുക. പത്രം വായിക്കുമ്പോൾ ശാലു കണ്ട ചിത്രമാണിത്. പെട്ടെന്ന് സ്കൂളിലെ ഒരു രംഗമാണ് അവളുടെ ഓർമ്മയിൽ വന്നത്. ഇത് പത്രത്ത് കണ്ടതാണ്. ശാലുവിന്റെ മനസ്സിൽ സ്കൂളിലെ ഒരു രംഗം ഓർമ്മ വന്നു. കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നു? ആഹാരം വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആഹാരം കിട്ടാതെ ആൾക്കാർ കഷ്ടപ്പെടുന്നു. ഇവിടെയോ കിട്ടിയ ആഹാരം വേസ്റ്റ് ആക്കുന്നു. അപ്പൊ ഇതിനെതിരെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സന്ദേശം ഉൾക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ്. ഒരു സെന്റൻസ് എഴുതണം, പടം വരയ്ക്കണം. എല്ലാം ചെയ്തുവല്ലോ അല്ലേ? പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതായിരുന്നു 3ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.